പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എൻ്റെ രവി, നീ ഇങ്ങനെ പോകാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത്? ഇരുപത് എത്രാമത്താണെന്ന് വല്ല ബോധമുണ്ടോ? തൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിൽ നിന്ന് ദേശത്തിൽ സിഗരറ്റുകൾ വലിച്ചു തീർക്കുന്ന ഡേവിഡിനെ നോക്കി ധ്യാൻ ചോദിച്ചതും ഡേവി അവനെ രൂക്ഷമായി നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? ധ്യാനെ, നീ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ? ചേടാ, ഒരു കല്യാണം കഴിക്കുന്നതിന് എന്താ ഡേവി പ്രശ്നം? ഇന്നത്തെ കാലത്ത് എത്ര ചെക്കന്മാരെന്നറിയോ പെണ്ണ് കിട്ടാൻ നടക്കുന്നത്? എന്നിട്ട് എന്താടാ ആ അനുരാധൻ നിന്റെ പിറകെ നടന്നപ്പോൾ നീ അവൾ ഓടിച്ചു വിട്ടത്? നിനക്കങ്ങ് കെട്ടിക്കൂടായിരുന്നു? ഡേവിഡിന്റെ ചോദ്യം കേട്ടത് ധ്യാനൊന്ന് പരിങ്ങി. എന്തേ, നിനക്ക് ഉത്തരം മുട്ടിയോ? അത് പിന്നെ അവളിപ്പോൾ പഠിക്കല്ലേ, പിന്നെ ആ ഇഷ്ടമൊക്കെ പ്രായത്തിൻ്റെ വല്ല അട്രാക്ഷൻ ആയിരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അതുപോലെ തന്നെയാ ദേവി, അവളിപ്പോൾ പഠിക്കുന്ന പ്രായമല്ലേ. അതുമല്ല, ഒരിക്കലും അവൾ പറഞ്ഞ ജീവിത രീതി ആയിരിക്കില്ല ഇവിടെ. എൻ്റെ രവി, അവൾക്കതൊരു പ്രശ്നമല്ല. പിന്നെന്താ, നിനക്കവളെ ഇഷ്ടമല്ലേ? അവൾ അടുത്തറിയുന്ന ആർക്കാണടാ അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? ധ്യാൻ പറഞ്ഞത് കേട്ട് മിത്രയെക്കുറിച്ച് ആലോചിച്ച് കുഞ്ഞൊരു ചിരിയോടെ ഡേവിഡ് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമൊക്കെയാണ്, എന്നിട്ടാണോടാ നീ ഇങ്ങനെ മാസിനെ പിടിച്ച് നടക്കുന്നത്? ഇപ്പോഴത്തെ ആവേശത്തിൽ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി ഭാവിയിൽ പിന്നെ അവൾക്കതൊരു തെറ്റായി പോയെന്ന് തോന്നിയാൽ തകരുന്നത് ഇരുവരുടെയും ജീവൻ തന്നെയല്ലേ? അതിലേറെ നല്ലതല്ലേ? കൂന്തം നേർത്തട നാളി, അവൻ്റെ ഒരു ഭാവി. എടാ, അവൾ നല്ലൊരു കൊച്ചാണ്. നീയും അപ്പച്ചനും ഡാനിയും കുഞ്ഞുണ്ടെന്നൊക്കെ വെച്ചാൽ അവൾക്ക് ജീവനാണ്. അവളിപ്പോൾ സ്വന്തം വീട്ടുകാരെക്കാൾ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ വിട്ടൊരു ജീവിതം അവൾക്ക് ഈ ജന്മത്തുണ്ടാകില്ല. അതുകൊണ്ട് പൊന്നുമോ കണവണ പറയാതെ പോകാൻ നോക്കി, എനിക്ക് ഉറക്കം വരുന്നു. ധ്യാൻ ഡേവിഡിനോടായി പറഞ്ഞിരുവരും താഴേക്ക് ഇറങ്ങിയതും കണ്ടു ഹാളിലെ സെറ്റിയിലിരുന്ന് കാർട്ടൂൺ കാണുന്ന ദിയയെ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക ചേ. പോകുന്ന പോക്കിൽ ഡേവിഡ് കയ്യിലുള്ള കീയെടുത്ത് ദിയയുടെ തലയിൽ തട്ടി പുറത്തേക്ക് നടന്നു. എന്നാ ഞാനിറങ്ങി. ആ പിന്നെ പറഞ്ഞൊന്നും മറക്കണ്ട, ഇനി നീയായിട്ട് വിവാഹം മുടക്കണ്ട. ധ്യാൻ പറഞ്ഞത് കേട്ട് ഡേവിഡ് കനത്തിലൊന്ന് മൂളി ബൈക്കും എടുത്ത് ഗേറ്റ് കിടന്നപ്പോഴാണ് അപ്പുറത്തെ വീടിന് മുന്നിലൊരു ഓട്ടോ വന്നു നിന്നത്. നീ എന്താ ഈ നേരത്ത്? ഓട്ടോയിൽ നിന്നും ബാഗും വലിച്ചെത്തിറങ്ങുന്ന രാധുവിനെ കണ്ട് ഡേവിഡ് ചോദിച്ചു. എൻ്റെ സാറേ, എപ്പോഴും എത്തേണ്ടതാണെന്ന് അറിയോ? ട്രെയിൻ ചാദിച്ചതാ, 2 മണിക്കൂർ ലേറ്റായ വന്നത്, അതാ ഈ നേരം വന്നത്. രാധു ഓട്ടോക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് ഡേവിഡിനോടായി പറഞ്ഞു. അല്ല, സാറെന്ത് ഇവിടെ? ബാഗെല്ലാം എടുത്ത് നിലത്തേക്ക് വെച്ചുകൊണ്ട് രാധു ഡേവിഡിനോടായി ചോദിച്ചു. ഞാൻ ധ്യാനെ കാണാൻ വന്നതാ. അല്ല, നിന്നെ കല്യാണക്കാരൻ എന്നതായി? 3 മാസം കണ്ടിട്ടാ ഡേറ്റ് കണ്ടത്. എന്നാ ഉള്ളിലേക്ക് പോക്കോ, ഞാൻ പോവാ. ശരി സാർ, കുറച്ച് മുമ്പ് വിളിച്ചതാണ്, എന്നാലും മിത്രയോട് ഞാൻ ചോദിച്ചെന്ന് പറയണേ. ഗേറ്റ് തള്ളി തുറന്ന് ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ രാധു ഡേവിഡിനെ നോക്കി വിളിച്ചു പറഞ്ഞതും ഡേവിഡ് ചിരിയോടെ തലയാട്ടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് പോയി. എൻ്റെ രാധുമോളെ, ഇപ്പോഴാണ് എത്തുന്നത്? നിന്നെ കാണാനപ്പോൾ ഞാൻ പേടിച്ചു പോയി. രാധുവിനെ കണ്ട ശോഭ ആശ്വാസത്തോടെ പറഞ്ഞു. എൻ്റെ ആൻറ്റി, ട്രെയിൻ ലൈറ്റ് ആയതാ, ആൻറ്റി കിടന്നില്ലേ? നീ വരാതെ ഞാൻ എങ്ങനെയാ കിടക്കുന്നത്? അല്ല, അങ്കിളെവിടെ? കുറച്ചു നേരം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ മരുന്ന് കാട്ടി ക്ഷീണത്തിൽ പോയി കിടന്നു. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഓ, കാഴ്ചയൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ ഒക്കെ ദഹിച്ചു പോയി. ആൻ്റെ എന്തെങ്കിലും എടുത്തു വെക്ക്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അത് പറഞ്ഞ് രാധു ബാഗും എടുത്ത് മുകളിലേക്ക് പോയതും ശോഭ അവൾക്കുള്ള ഭക്ഷണം എടുത്ത് വെക്കാൻ കിച്ചണിലേക്ക് പോയി. രാധു ഫ്രഷായി ഇറങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. സ്ക്രീനിൽ സൂര്യ എന്ന പേര് തെളിഞ്ഞ് കണ്ടതും രാധു ചിരിയോടെ ഫോണും എടുത്ത് സംസാരിച്ചു. പൂർണ്ണമായും സൂര്യയെ ഉൾക്കൊള്ളാൻ രാധുവിന് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവൾക്ക് എന്നും തുറന്നു പറയാൻ പറ്റിയൊരു ഫ്രണ്ട് തന്നെയാണ് സൂര്യ. സൂര്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫ്രണ്ടിനെ പോലുള്ളൊരു ഇടപെടൽ രാധുവിന് ആശ്വാസമായിരുന്നു. രാധു ഫോൺ വെച്ച് താഴേക്ക് വരുമ്പോൾ ശോഭ അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ വിളമ്പി വെച്ചിരുന്നു. എവിടെയായിരുന്നു മോളെ ഇത്രയും നേരം? അവളെ കണ്ട പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ശോഭ ചോദിച്ചു. സൂര്യ വിളിച്ചു, അതാ വൈകിയത്. രാധു ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. കേട്ടാൻ പോകുന്നതിൻ്റെ പേരെടുത്താണ് മോളെ വിളിക്കുന്നത്. സൂര്യക്ക് ഞാൻ ഇങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം, പിന്നെ ഞാനായിട്ട് തിരുത്താനും പോയില്ല. എളിയോടെ ശോഭയോട് അതും പറഞ്ഞ് രാധു ഭക്ഷണത്തിനോടുള്ള അറ്റാക്ക് തുടങ്ങിയിരുന്നു. രാധു വന്നതുകൊണ്ട് പിറ്റേന്ന് മുതൽ മിത്ര കോളേജിൽ പോയി തുടങ്ങി. ഡേവിഡ് കല്യാണത്തിന് സംബന്ധിച്ചതിൽ മിത്രയേക്കാൾ സന്തോഷം ഡാനിക്കും കുഞ്ഞുണ്ടായിരുന്നു. ഡേവിഡിന്റെ മനസ്സ് മാറിയല്ലോ എന്ന് കരുതി ഐസക് സേവിയറിനെയും കൊണ്ട് അടുത്തുള്ള ചെറിയ ഇടവക പള്ളിയിൽ പോയി പള്ളിയാച്ചനോട് കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിരുന്നു. നേരായ വഴിക്കല്ലെങ്കിലും ഒരു വട്ടം ഡേവിഡ് മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തിയത് കൊണ്ട് മനസമ്മതമൊന്നും വേണ്ടെന്ന് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കഴിഞ്ഞാണ് മിന്നുകെട്ട് തീരുമാനിച്ചിരിക്കുന്നത്.
പിന്നീടുള്ള ദിവസങ്ങളിൽ കല്യാണ ഒരുക്കങ്ങളായിരുന്നു. മിത്രയ്ക്ക് സ്വർണം എടുക്കാനും കല്യാണ ഡ്രസ്സ് എടുക്കാനും ആവേശം ഡാനിക്കും കുഞ്ഞുണ്ടായിരുന്നു. കൂട്ടിന് ദിയയും ധ്യാനും ഉണ്ടായിരുന്നു. ഡേവിഡ് മാത്രം ഓരോ കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞുമാറി നടന്നു. എത്രയൊക്കെ ആയാലും മിത്രയ്ക്ക് ഈ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ആദിയായിരുന്നു അവൻ്റെ ഉള്ളിൽ നൽകി. അധികം ആരെയും വിളിക്കാതെ വേണ്ടപ്പെട്ടവരെ മാത്രമായിരുന്നു വിവാദം ക്ഷണിച്ചിരുന്നത്. മിത്രയുടെ വീട്ടുകാരെ വിളിക്കാൻ ഐസക്ക് ഒരുങ്ങിയെങ്കിലും മിത്ര അതിന് ശക്തമായി തടഞ്ഞതും ഐസക്ക് അവരെ ക്ഷണിക്കുന്ന ശ്രമം ഉപേക്ഷിച്ചു. ഇന്നാണ് ഡേവിഡിന്റെയും മിത്രയുടെയും മിന്നിക്കെട്ടിയ ദിവസം. അത്യാവശ്യം ബ്യൂട്ടീഷ്യന്മാർക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് രാധുവായിരുന്നു മിത്രയെ ഒരുക്കിയിരുന്നത്. മിതമായ ആഭരണങ്ങളും ഒരുക്കങ്ങളും അധികം ഓവറില്ലാത്ത വൈറ്റ് പട്ടുസാരിയും ഒക്കെ ആയതും മിത്രയെ കാണാൻ നല്ല ഭംഗി തോന്നി. അയ്യവ സുന്ദരിയായിട്ടുണ്ട് അല്ലതിയെ. ഒരുക്കമെല്ലാം കഴിഞ്ഞതും രാധ മിത്രയുടെ തലയിൽ കെട്ടിവെച്ച് മുടിയിൽ മുല്ലപ്പൂ വെച്ച് കൊടുത്ത് മിത്രയെ കെട്ടിപ്പിടിച്ച് കവളിൽ മുത്തിക്കൊണ്ട് ദിയയോട് പറഞ്ഞു. മിത്ര കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി പറഞ്ഞ ശരിയാ. ദിയ ചിരിയോട് രാധു പറഞ്ഞത് ഏറ്റുപിടിച്ചു. ഇറങ്ങാൻ സമയമായതും മിത്രയും കൊണ്ട് രാധുവും ദിയയും താഴേക്ക് പോയി. മിത്രയും രാധുവും ദിയയും ഡാനിയും കുഞ്ഞുട്ടനും ഐസക്കും കൂടി ഒരു കാറിലാണ് പള്ളിയിലേക്ക് പോയത്. ഡേവിഡ് ധ്യാനിന്റെ കൂടെയാണ് പള്ളിയിലെത്തിയത്. ഡാ നിനക്ക് പേടിയുണ്ടോടാ? പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ ധ്യാൻ രവിയെ നോക്കി ചിരിയോടെ ചോദിച്ചതും ഡേവിഡ് അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു. ആഹാ അവരെത്തിയല്ലോ. പള്ളിമുറ്റത്ത് വന്ന കാറ് കണ്ട് ധ്യാൻ പറഞ്ഞതും ഡേവിഡ് അങ്ങോട്ടേക്ക് നോക്കി. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന മിത്രയെ കണ്ടതും ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ കുടുങ്ങി നിന്നു. ധ്യാൻ്റെ ആക്കിച്ചുമോ കേട്ടതും ഡേവിഡ് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി ധ്യാനെ നോക്കി. കിടക്കള്ള കാമുക മതി നോക്കിയത്, അവൾ നിനക്കുള്ളത് തന്നെയാടാ. ധ്യാൻ ഡേവിഡിനെ നോക്കി ആക്കിച്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോടാ. ധ്യാൻ പറഞ്ഞത് കേട്ട് ഡേവിഡ് അവനെ നോക്കി പൊളിച്ചു. ഇതേ സമയം മിത്രയുടെ കണ്ണുകൾ അവളുടെ ഇച്ഛാനായി ചുറ്റും പരന്നു നടന്നു. ഓടിക്കൻ ഡേവിഡിലെത്തിയതും മിത്രയുടെ കണ്ണുകൾ വിടർന്നു. ആദ്യമായാണ് മിത്ര ഡേവിഡിന്റെ മുണ്ടിലും ഷർട്ടിലും അല്ലാതെ ഇങ്ങനൊരു വേഷത്തിൽ കാണുന്നത്. ചുറ്റുമുള്ളവരെയൊക്കെ മറന്ന് മിത്ര അവനെ തന്നെ നോക്കി നിന്നു. ആ പെട്ടെന്ന് കയ്യിലൊരു പിച്ച് കിട്ടിയപ്പോഴാണ് അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റിയത്. എന്ത് നോക്കി നിക്കാടി, പോ അങ്ങോട്ട്. അത് പറഞ്ഞ് രാധ മിത്രയെ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു. ഐസക്ക് തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊക്കെ മിത്രയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഡേവിഡ് മിത്രയുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോൾ മരണം വരെ ആ മിന്നു തന്നെ നെഞ്ചിലുണ്ടാകണേ എന്ന പ്രാർത്ഥനയായിരുന്നു മിത്രയുടെ ഉള്ളിൽ നിറയെ. ഇരുവരും പരസ്പരം മോതിരം അണിയിച്ചതും ഡേവിഡ് അവൾക്ക് മന്ത്രം കൂടി നൽകി. ഇടയ്ക്ക് പുറകിലേക്ക് നോക്കിയതും ഐസക്കിന്റെ നോട്ടം അയ്യരിലും മക്കളിലും എത്തി നിന്നു. അവരുടെ കണ്ണിലെ വേദനയും മുഖത്തെ ദയനീയതയും കണ്ട് ഐസക്കിനൊന്നും തോന്നിയില്ല. കാരണം സ്വന്തം മകളാണ് പെങ്ങളാണെന്ന് ഓർക്കാതെ അവരുടെ അടുത്ത് ചാടിയുള്ള പ്രവൃത്തി ദോഷം കൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ വരുത്തിയതെന്ന് ആലോചിച്ച് ഐസക് ഒന്നൊരുപെട്ടു. പ്രതിജ്ഞ ചെല്ലാനായതും രാധ മന്ത്രകോടിയെടുത്ത് മിത്രയുടെ ഇടത് കയ്യിൽ ഇട്ട് കൊടുത്തു. അച്ഛൻ മിത്രയുടെ കൈയെടുത്ത് ഡേവിഡിന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു. ദൈവം ചേർത്ത് വെച്ചത് മനുഷ്യനായി പിരിക്കാതിരിക്കട്ടെ. പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞതും ഡേവിഡിന്റെ കൈ ഒരിക്കലും കൈവിടില്ലെന്ന പോലെ മിത്രയുടെ കയ്യിൽ മുറുക്കി. ഡേവിഡിന്റെ അടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന മിത്രയെ നോക്കി അയ്യരും മക്കളും അവിടുന്ന് പോകുമ്പോൾ മനസ്സാൽ അയ്യർ ഇരുവരെയും അനുഗ്രഹിക്കാൻ മറന്നില്ല. ചടങ്ങുകൾ കഴിഞ്ഞതും ഞാൻ ഇരുവരെയും ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ് അവിടുന്ന് കൊണ്ടുപോയി. കുറച്ച് ഫോട്ടോ എടുത്തതും ദിയയും രാധവും കൂടി മിത്രയെയും കൊണ്ട് മന്ത്രം കൂടി ഉടുപ്പിച്ചു വന്നു. പള്ളിയിൽ തന്നെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തത്. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഒരുവിധം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിരുന്നു. ഡാനിയും കുഞ്ഞുട്ടനും അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ഡീ മിത്ര ഫുഡ് കഴിക്കുന്നതിനിടയിൽ രാധ പതിയവളെ തോണ്ടി വിളിച്ചു. എന്താടി കോപ്പേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രാധ വിളിച്ചത് കണ്ട് പല്ല് കടിച്ച് മിത്ര ചോദിച്ചു. ഡീ നീ ഇതൊന്നും കഴിക്കില്ലല്ലോ, ഞാൻ എടുത്തോട്ടെ. മിത്ര നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് മാറ്റി വെച്ച് അവളുടെ ചിക്കൻ ഫ്രൈയും ബീഫും നോക്കി ഇളിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ വേണമെന്ന് വെച്ചാൽ കൊണ്ടുപോയി തിന്ന്. താങ്ക്സ് മുത്തേ. രാധ ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുക്കും പോലെ ആക്ഷൻ കാണിച്ചു. എല്ലാം എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചതും ദിയ രാധുവിനെ ചുണ്ടുപിളത്തി നോക്കി. വേണേ ചോദിച്ചാ പോരെ. ദിയയുടെ നോട്ടം കണ്ട് രാധ മിത്രയിൽ നിന്നെടുത്ത ഭക്ഷണത്തിന്റെ പകുതി എടുത്ത് ദിയയുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ എന്റെ രാധ ചേച്ചി മുത്താണ്. അയ്യ പാതിപ്പിക്കാതെ കഴിക്കാൻ നോക്കടി പെണ്ണെ. രാധ ചിരിയോട് ദിയോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മിത്ര ഡേവിഡിനെ നോക്കി. അവനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്കടുത്തിരിക്കുന്ന ധ്യാനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡി മാതിയടി. മിത്രയുടെ നോട്ടം കണ്ട് രാധ പതിയെ മിത്രയുടെ ചെവിയിൽ പറഞ്ഞു. പോടി, ഞാൻ നോക്കും, അതിന് നിനക്കെന്താ, ഇതേ എൻ്റെ ഇച്ഛാന. രാധുവിന്റെ ചെവിയിൽ മിത്ര പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി പിശാചേ.
മിത്ര പറഞ്ഞത് കേട്ട് കെറുവോടെ പല്ല് കടിച്ച് അതും പറഞ്ഞ് രാതും ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുരിശുപറമ്പ് വീട്ടിലെത്തിയതും ഐസക് ഇരുവരെയും കുരിശ് വരച്ച് ഡാനിയുടെ കയ്യിൽ നിന്നും തിരിയിട്ട് കത്തിച്ച് നിലവിളക്ക് മിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഐസക് പറഞ്ഞു കൊടുത്തതുപോലെ മിത്ര വിളക്ക് ദൈവങ്ങളുടെ ഫോട്ടോക്ക് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഒപ്പം ഇരുവരും കൂടി ഡേവിഡിന്റെ അമ്മച്ചിയുടെ ഫോട്ടോക്ക് മുന്നിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി. ചേട്ടത്തി സന്തോഷായില്ലേ? കുഞ്ഞൂട്ടൻ വന്ന് മിത്രയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ചോദിച്ചതും മിത്ര ചിരിയോടെ അതേന്ന രീതിയിൽ തലകുലുക്കി അവന്റെ കവളയെ പിടിച്ച് വലിച്ചു. മിത്ര കുഞ്ഞൂട്ടിനോടൊപ്പം ഹാളിലേക്ക് വന്നപ്പോൾ ഐസക്കിന്റെ ഫ്രണ്ട് സേവിയറും ത്രേസിയും അവരുടെ മകൾ നയനയും ധ്യാനും ദിയയും ഡേവിഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ദിയോടും നയനയോടും രാധവനോടും ചിരിച്ച് സംസാരിക്കുന്ന ഡേവിയെ കണ്ടപ്പോൾ അവന് തന്നോട് മാത്രം ഗൗരവത്തിൽ പെരുമാറുന്നതോർത്ത് അവളുടെ മുഖം വീർത്തു. കുറച്ചു കഴിഞ്ഞതും സേവിയറും കുടുംബം യാത്ര പറഞ്ഞു പോയി. ബാക്കിയുള്ളവരൊക്കെ പള്ളിയിൽ വെച്ച് തന്നെ പിരിഞ്ഞു പോയിരുന്നു. അവരൊക്കെ പോയതും മിത്ര അവളുടെ റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി. കൂട്ടിന് അവൾക്കൊരു സഹായത്തിന് രാധവും ഉണ്ടായിരുന്നു. എന്ത് പറ്റിയടി, നിന്റെ മുഖം എന്തെങ്ങനെ വീർത്തിരിക്കുന്നത്? മിത്രയുടെ കെട്ടി വെച്ചിരിക്കുന്ന മുടി അഴിച്ചു കൊടുത്തുകൊണ്ട് രാധ ചോദിച്ചതും മിത്ര ഒന്നുമില്ലെന്ന് പറഞ്ഞു കൊടുത്തിരുന്ന സാരി മാറ്റി പഴയ ഡ്രസ്സ് ഇട്ട് അലമാരിൽ നിന്ന് ഫ്രഷ് ആയിടാനുള്ള ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി.